നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ പോയ RCB GTയോട് പൊട്ടി. എന്താണ് സംഭവിച്ചത്? ഇത് വിശകലനം ചെയ്യാൻ ഏറ്റവും നല്ലത് കൃത്യമായിട്ട് കാര്യങ്ങൾ നേരിട്ട് ചെയ്തവർ തന്നെയല്ലേ. അപ്പോൾ RCBയുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ GTയുടെ ക്യാപ്റ്റനും കളി വിലയിരുത്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ പിച്ചിൽ 160 താഴെ റൺസ് എടുത്തിട്ട് അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. 155 റൺസ് അടിച്ചാൽ പിന്നെ തോൽവി ഏറെക്കുറെ അപ്പോൾ തന്നെ ഉറപ്പായതാണ്. ബാക്കി കുറച്ച് വിക്കറ്റുകളൊക്കെ എടുത്ത് കളി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി RCBക്ക് എന്ന് മാത്രം. എന്നാൽ നമ്മൾ രജത് പട്ടിദാർ കളിയെ വിശകലനം ചെയ്തൊന്ന് നോക്കാം. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ദി സ്കോർ വാസ് നോട്ട് ഗുഡ് ഇനഫ് ഓൺ ദിസ് ട്രാക്ക്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്, ഈ സ്കോർ മതിയായിരുന്നില്ല. ബട്ട് ഞങ്ങൾ ബൗൾ ചെയ്ത് മാച്ച് കൊണ്ടുപോയത്, അവസാനം വരെ കൊണ്ടുപോയത് ഒരു പോസിറ്റീവ് സൈനാണ്. ഈ പിച്ചിൽ കുറച്ച് ഗുഡ് കവർ ഓഫ് ഗ്രാസ് ഉണ്ടായിരുന്നു, അത് ഫാസ്റ്റ് ബൗളേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശുഭൻ ബാറ്റ് ചെയ്ത രീതി വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ച് ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞങ്ങളുടെ ബാറ്റിങ്ങിൽ ഒരുപാട് വിക്കറ്റുകൾ മിഡിൽ ഓവറുകളിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തി. അതാണ് ഞങ്ങളെ ബാക്ക് സീറ്റിലേക്ക് കൊണ്ടുപോയത്. യെസ്, അതാണ് കൃത്യമായ നിരീക്ഷണവും. ഇപ്പോൾ ജിതേഷ് ശർമ്മയുടെ ഫോം ഔട്ടൊക്കെ വലിയ തിരിച്ചടിയാണ്. മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് കൂടുതൽ നഷ്ടപ്പെടുത്തി എത്തേണ്ട ഒരു സ്കോറിലേക്ക് എത്താൻ RCBക്ക് കഴിയാതെ പോയിടത്താണ് ഈ കളി അവർ പിടിവിടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഭുവനേശ്വർ കുമാർ തുടക്കത്തിൽ മനോഹരമായിട്ട് പന്തെറിഞ്ഞ് വിക്കറ്റുകൾ വീഴ്ത്തിയത്, അതിനെക്കുറിച്ച് പറയുന്നത് അവനൊരു എക്സ്പീരിയൻസ്ഡ് ബൗളറാണ്. അദ്ദേഹം ബൗൾ ചെയ്തിട്ടുള്ള രീതി, ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ബൗൾ ചെയ്ത രീതി വളരെ ഇൻക്രെഡിബിളാണ്. ഏതായാലും ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. പോയിന്റ് പട്ടിക ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ മികച്ച ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് എന്നുകൂടി രജത് പട്ടിദാർ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയില്ലല്ലോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. പോയിന്റ് പട്ടിക ഞങ്ങൾ നോക്കുന്നില്ല, നല്ല ക്രിക്കറ്റ് കളിക്കുക, മുന്നോട്ട് പോകുന്നതാണ് ഉദ്ദേശമെന്ന് രജത് പട്ടിദാർ വിലയിരുത്തുന്നു. അദ്ദേഹം പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം. ഈ പിച്ചിൽ 160 താഴെ റൺസ് മതിയാവുമായിരുന്നില്ല. ശുഭൻ ഗില്ലിൻ്റെ വിശകലനവും അതുപോലെ തന്നെയാണ്. അദ്ദേഹം പറയുന്നു, വളരെ സാറ്റിസ്ഫൈങ് ആണ്, കാരണം ഇതുപോലുള്ളൊരു വിക്കറ്റിൽ ഞങ്ങൾ അവരെ 160 താഴെ ഒതുക്കി എന്നുള്ളത് ബൗളേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്രമൻഡസ് ആയിട്ടുള്ളൊരു ജോബാണ്. പിന്നെ ഞങ്ങളുടെ ഫീൽഡിങ് വളരെ മികച്ചതായിരുന്നു. ചില ഘട്ടങ്ങളിൽ അത്ര മികവിലേക്ക് പോയില്ലെങ്കിലും ഓവറോൾ ഫീൽഡിലെ ഒരു എനർജി വളരെ നൈസായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ആദ്യത്തെ 2 ഓവറിന് ശേഷം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഐ വാസ് ജസ്റ്റ് ഫീലിംഗ് ഐ വാസ് ഇൻ ദി സോൺ. ആദ്യ പന്ത് അത്ര മേച്ചതായിരുന്നില്ല, രണ്ടാമത്തെ ബോൾ മുതൽ ഞാൻ എൻ്റെ സോണിലാണെന്ന് എനിക്കൊരു ഫീല് വന്നു. ഇതെൻ്റെ ദിവസമാണെന്നൊരു ഫീല് വന്നു. ബൗളേഴ്സിനെ എടുത്തിട്ട് അലക്കണം, ടേക്ക് ഓൺ ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പം GTയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ടോപ്പ് 3യുടെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ അധികം സ്കോർ ചെയ്തില്ല എന്നുള്ളതായിരുന്നു. ഇന്നലെ രാഹുൽ തെവാറ്റിയ കളി ഫിനിഷ് ചെയ്തു. തെവാറ്റിയ ഈ സീസണിൽ അത്ര മികച്ച ഫോമിലല്ല. അപ്പോൾ തെവാറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തെവാറ്റിയ ഹീ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലെയർ. വളരെ ഹാപ്പിയായി അദ്ദേഹം ഗെയിം ഫിനിഷ് ചെയ്തപ്പോൾ. ഏതായാലും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് വിക്കറ്റുകൾ അധികം വീണ് പോയിട്ടുണ്ട്. എനിവേ നല്ല രൂപത്തിൽ അദ്ദേഹം റൺസ് സ്കോർ ചെയ്തു. എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ള സന്തോഷമുണ്ട് എന്നുകൂടി ശുഭൻ ഗില്ല് പറയുന്നു. എന്തായാലും ഇവിടെയുള്ള കാര്യം RCB അപരാജിതരൊന്നുമല്ല, അത് വീണ്ടും തെളിയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം ചില ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് പട്ടിദാർ പറഞ്ഞ പോലെ ഓരോ ഗെയിം എടുത്ത് നോക്കുക, അതിലേറ്റവും ബെസ്റ്റ് കളി കളിക്കുക, മുന്നോട്ട് പോവുക. ഈ പോയിന്റ് പട്ടികയുടെ പ്രഷറിൻ്റെ കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഇത്തവണത്തെ IPLൻ്റെ ടോപ്പ് 4 ഫിക്സ്ഡ് ആവുന്ന ഒരു മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബാക്കി എന്തെന്നുള്ളത് കണ്ടറിയണം. GT നല്ല കണ്ടൻറ്ററായിട്ട് അവിടെ ഒരു ഫൈറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.